Next term is solubility. Solubility എന്നുള്ള ടേം ഫെമിലിയർ ആണ്. ഫസ്റ്റ് ഇയറിൽ സോലിബിലിറ്റി പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ചതാണ്. എന്താണ് സോലിബിലിറ്റി? സോലിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് വോളിയം ഓഫ് സോൾവെൻറ്റ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ഒരു പ്രത്യേക അളവ് സോൾവെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിസോൾവ് ചെയ്യാൻ കഴിയുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ട് വിൽ ബി എ constant at a given temperature. The maximum amount of solute which can be dissolved in a specified volume of solvent at a specified temperature is called its solubility. ഈ സോലിബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സോലിബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻ്റ് ആണ്. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? ഇറ്റ് ഈസ് ടെമ്പറേച്ചർ. മൂന്നാമത്തേത് പ്രഷർ. സോ ദീസ് ആർ ദ ത്രീ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട്സ് ദ സോലിബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സോൾവെൻറ്റ്. ഫസ്റ്റ് നമുക്ക് നോക്കാം നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. നമുക്കറിയാം എല്ലാ സോൾവെൻറ്റ്സിനും എല്ലാ സൊല്യൂട്ട്സിനെയും ഡിസോൾവ് ചെയ്യിക്കാനായിട്ട് കഴിയില്ല. ഫോർ എക്സാമ്പിൾ വാട്ടറിൽ കുറേ സൊല്യൂട്ട്സ് ഡിസോൾവ് ചെയ്യും. ലൈക്ക് ഷുഗർ, ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഇതൊക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. പക്ഷേ നാഫ്തലിൻ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലത് ഡിസോൾവ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് ഒരു പോളാർ സോൾവെൻ്റ് ആണ്. പോളാർ സോൾവെൻറ്റ്സിന് അയോണിക് സൊല്യൂട്ട്സിനെ ഡിസോൾവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ പോളാർ സൊല്യൂട്ട്സിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാം. പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് സെപ്പറേഷൻ ഉള്ളത്. ഇപ്പോൾ NaCl എടുക്കുകയാണെങ്കിൽ Na+ ആൻഡ് Cl- ആയിട്ട് അത് അയണൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ NaCl when dissolved in water it gets dissolved because water is also a polar solvent. So polar solvents can dissolve polar solutes. Then this naphthalene which is insoluble because it is not a polar solute. It is non-polar. Non-polar solutes are soluble in non-polar solvents only. So naphthalene is soluble in benzene, organic solvents. So we can say that like dissolves like. That is, polar solutes are soluble in polar solvents and non-polar solutes are soluble in non-polar solvents. That is the first factor which affects solubility, nature of solute and nature of solvent. Next is temperature. അതിന് നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു ഡിസൊല്യൂഷൻ പ്രോസസ്. വാട്ട് ഈസ് ഡിസൊല്യൂഷൻ? വെൻ എ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെൻറ്റ് ഇറ്റ് ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡിസൊല്യൂഷൻ. ബൈ ഡിസൊല്യൂഷൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ ഇൻക്രീസസ്. സോ വെൻ എ solute is added to a solvent, solution is formed and this process is called dissolution. At the same time, some solute molecules, dissolved solute molecules, strike on the solid solute molecules and get separated from the solution. That is called crystallization. Already dissolved particles അൺഡിസോൾവ്ഡ് പാർട്ടിക്കിളിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും അത് പുറത്തേക്ക് വരുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. സോ ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഡിസൊല്യൂഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ. ദാറ്റ് ഈസ് ടു പ്രോസസ്സസ് ആർ ഒക്കറിങ് അറ്റ് ദ സെയിം ടൈം. ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഡിസൊല്യൂഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് crystallization. And when the rate of forward and backward reactions become equal, it reaches in a state called equilibrium, and that equilibrium is dynamic equilibrium. അപ്പോൾ ഈ ഇക്വിലിബ്രിയം ഫോം ചെയ്യുന്ന സമയത്ത് ആ സൊല്യൂഷന് പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ആ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് കനോട്ട് ഡിസോൾവ് മോർ സൊല്യൂട്ട് ഇൻ ഇറ്റ്. എന്താണ് ഒരു unsaturated solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? a solution which can dissolve more solute in it. Then in a saturated solution there is an
equilibrium, dynamic equilibrium between the dissolved solute and undissolved solute. ഇനി അങ്ങനെ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സൊല്യൂഷനിൽ അൺഡിസോൾവ്ഡ് സൊല്യൂട്ട് അതിലുണ്ടായിരിക്കും. ആ സൊല്യൂട്ടിനെ കൂടെ നമുക്കതിലേക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും ഇഫ് വി ചേഞ്ച് ദ ടെമ്പറേച്ചർ. If the forward reaction dissolution is an endothermic process. എന്താണ് endothermic process? A process which takes place with the absorption of heat energy. For example, നമ്മൾ ഗ്ലൂക്കോസ് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടക്കുന്നത് ഗ്ലൂക്കോസ് ഡിസോൾവ് ചെയ്യുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. സോ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിസോൾവ് ചെയ്യാത്ത ഗ്ലൂക്കോസ് ഡിസോൾവ് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം ഫോർവേഡ് റിയാക്ഷൻ ഡിസൊല്യൂഷൻ എന്നുള്ളത് ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ വെച്ച് വെൻ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം the reaction takes place in such a manner that എങ്ങനെയാണ് എൻഡോതെർമിക് റിയാക്ഷൻ ഈസ് ഫേവേർഡ്. എൻഡോതെർമിക് റിയാക്ഷനാണ് അവിടെ നടക്കുക. ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിറക്ഷനിലാണോ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കുന്നത് ആ ഡിറക്ഷനിൽ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ ഡിസൊല്യൂഷൻ എന്നുള്ള ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും when we increase the temperature. So if the dissolution of sugar in water or glucose in water or sodium chloride in water all are endothermic reaction. Dissolution process is endothermic. So on increasing the temperature the rate of dissolution increases. On the other hand, certain other processes, certain dissolutions are taking place with the evolution of heat energy, that is they are exothermic reactions. For example, dissolution of sodium hydroxide in water is an exothermic process. So on increasing the temperature the backward reaction, that is crystallization, takes place. The already dissolved sodium hydroxide എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. So solubility decreases. So in an endothermic reaction, if the dissolution process is an endothermic reaction, the solubility can be increased by increasing the temperature, and if the dissolution process is an exothermic reaction, the solubility can be increased by decreasing the temperature. That is the effect of temperature on the solubility of solid solutes. And next is pressure. Next factor which affects solubility is pressure. പക്ഷേ സോളിഡ് സൊല്യൂട്ട്സിൻ്റെ സോലിബിലിറ്റിയെ പ്രഷർ കാര്യമായി അഫക്റ്റ് ചെയ്യുന്നില്ല. പ്രഷർ അഫക്റ്റ് ചെയ്യുന്നത് ഗ്യാസസിൻ്റെ സോലിബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഇതൊരു സോൾവെൻ്റാണ്, വാട്ടർ ആയിരിക്കാം. അതിലേക്ക് ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നു. സോ വെൻ ദ ഗ്യാസ് മോളിക്യൂൾ സ്ട്രൈക്സ് ഓൺ ദ സർഫസ് ഓഫ് ദിസ് ലിക്വിഡ് ദേ എൻറ്റർ ഇൻ ടു ദ സൊല്യൂഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ടേക്സ് പ്ലേസ്. വെൻ വി ഇൻക്രീസ് ദ പ്രഷർ, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ലിക്വിഡിൻ്റെ മുകളിലുള്ള പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് സ്ട്രൈക്കിംഗ് ഓൺ ദ സർഫസ് ഓൾസോ ഗെറ്റ്സ് ഇൻക്രീസ്ഡ്. സോ മോർ മോളിക്യൂൾസ് എൻറ്റർ ഇൻ ടു സൊല്യൂഷൻ ഫേസ്. So from this experiment we can understand that the solubility of a gas in a liquid depends on the pressure of the gas above the liquid, and the quantitative relationship between pressure and solubility was first given by the scientist Henry. Then according to him, the solubility of a gas in a liquid is proportional to the pressure of the gas above the liquid. That is known as
Henry's law. So Henry's law states that the solubility of a gas in a liquid is proportional to pressure of the gas above the liquid. പിന്നീട് ഡാൾട്ടൺ എന്ന സയൻറ്റിസ്റ്റും ഇതേ സിസ്റ്റത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ദ സോലിബിലിറ്റി പാർഷ്യൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഒന്നിൽ കൂടുതൽ ഗ്യാസസ് ഡിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഗ്യാസിൻ്റെയും സോലിബിലിറ്റി അതിൻ്റെ പാർഷ്യൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഡാൾട്ടൺ ചെറുതായിട്ടൊന്ന് ഹെൻറീസ് ലോ മോഡിഫൈ ചെയ്തു. എന്താണ് പറഞ്ഞത്? ദ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് എബവ് ദ ലിക്വിഡ്. ഇനി ഏതൊരു സൊല്യൂട്ടും ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂട്ടിന് സൊല്യൂഷനിലൊരു മോൾ ഫ്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ സോലിബിലിറ്റി എന്നുള്ളതിന് പകരം നമുക്ക് ആ ടേമിനെ മോൾ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അപ്പോൾ ഇതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡാൾട്ടൺ മോഡിഫൈ ചെയ്തു. എന്നിട്ട് പുതിയ ഡെഫിനിഷൻ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ദ സോലിബിലിറ്റി എന്നുള്ളതിന് പകരം മോൾ ഫ്രാക്ഷൻ. ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് എബവ് ദ ലിക്വിഡ്. അതാണ് ഡാൾട്ടൺ കൊണ്ടുവന്ന പുതിയ ഡെഫിനിഷൻ. ആൻഡ് ഫൈനലി ഹെൻറീസ് ലോ ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്. ലിക്വിഡിന് മുകളിലുള്ളത് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു, പാർഷ്യൽ പ്രഷറിനെ പി എന്ന് എഴുതാം, ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ്. പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്, അതായത് ലിക്വിഡിന് മുകളിലുള്ള ഭാഗത്തെ പ്രഷർ. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ ലിക്വിഡ്. ഇതിനുള്ള ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, പാർഷ്യൽ പ്രഷർ പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ chi, or you can say x. So P is proportional to x, or P is equal to a constant into x. This constant is called Henry's law constant. Kh is called Henry's law constant. So this is the mathematical expression for Henry's law. ഇനി ഈ ഹെൻറീസ് ലോ വെച്ച് നമുക്ക് രണ്ട് ഗ്യാസസിൻ്റെ സോലിബിലിറ്റി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇഫ് ദർ ആർ ടു ഗ്യാസസ് ഹാവിങ് സെയിം പാർഷ്യൽ പ്രഷർ but they have different KH value. KH value is different for different gases. So if these two gases have different KH values, their solubilities also will be different. രണ്ട് gases same partial pressure, രണ്ട് different KH values. So which gas will be more soluble? KH value കൂടിയതാണോ കുറഞ്ഞതാണോ? KH into X ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സെയിം പാർഷ്യൽ പ്രഷറാണ് രണ്ട് ഗ്യാസിൻ്റെയും. അപ്പോൾ KH കൂടിക്കഴിഞ്ഞാൽ എക്സ് കുറവാകും. സോ എക്സിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോൾ ഫ്രാക്ഷൻ കുറയുക. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോലിബിലിറ്റി. സോ എ ഗ്യാസ് വിത്ത് ഹൈ KH വാല്യൂ വിൽ ബി ലെസ് സോല്യൂബിൾ, അതിൻ്റെ സോലിബിലിറ്റി കുറവായിരിക്കും. ആൻഡ് ദ ഗ്യാസ് വിത്ത് സ്മോൾ KH വാല്യൂ വിൽ ബി മോർ സോല്യൂബിൾ. ഇനി നമ്മൾ ഹീലിയം ഗ്യാസൊക്കെ എടുക്കുകയാണെങ്കിൽ ഹീലിയത്തിൻ്റെ KH വാല്യൂ വലുതാണ്. ഓക്സിജനേക്കാട്ടിലും വളരെ വാല്യൂ കൂടുതലാണ് ഏതിന്? ഹീലിയത്തിന്. അപ്പോൾ ഏതായിരിക്കും? സെയിം പാർഷ്യൽ പ്രഷർ ഹീലിയവും ഓക്സിജനും കൊടുക്കുകയാണെങ്കിൽ വിച്ച് വിൽ ബി മോർ സോല്യൂബിൾ? ഹീലിയത്തിൻ്റെ KH വാല്യൂ കൂടുതലാണ്, അപ്പോൾ അതിൻ്റെ സോലിബിലിറ്റി കുറവായിരിക്കും. ഓക്സിജൻ്റെ KH വാല്യൂ കുറവാണ്, അത് കാരണം അത് മോർ സോല്യൂബിൾ ആയിരിക്കും. ഇനി KH വാല്യൂ കോൺസ്റ്റൻ്റ് ആണ് ഒരു പെർട്ടിക്കുലർ ഗ്യാസിനെ എങ്കിലും ഇറ്റ്സ് KH വാല്യൂ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ ഓൾസോ. KH വാല്യൂ ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. മോസ്റ്റ് ഓഫ് ദ ഗ്യാസസ് KH വാല്യൂ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ ഗ്യാസുകളുടെയൊക്കെ KH വാല്യൂ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടും. അപ്പോൾ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് KH വാല്യൂ ഓൾസോ ഇൻക്രീസസ്. വെൻ KH വാല്യൂ ഇൻക്രീസസ് solubility decreases, mole fraction decreases or solubility decreases. So the solubility of gases decreases with the increase in temperature എന്ന് പറഞ്ഞുകൂടെ നമുക്ക്? കാരണം solubility കുറയാൻ എന്താ കാരണം?
എച്ച് വാല്യൂ കൂടുന്നു. വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, സോലിബിലിറ്റി കുറയുന്നു. സോ ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ ഗ്യാസുകളുടെ സോലിബിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ അക്വാട്ടിക് സ്പീഷീസിൻ്റെ ലൈഫ് മോർ കംഫർട്ടബിൾ ആയിരിക്കുക വാം വാട്ടറിലാണോ അതോ കോൾഡ് വാട്ടറിലാണോ? ഷുവറായിട്ടും അത് കോൾഡ് വാട്ടറിലായിരിക്കും. കാരണം ലോ ടെമ്പറേച്ചറാണ്. ലോ ടെമ്പറേച്ചറിൽ ഗ്യാസസിൻ്റെ എച്ച് വാല്യൂ കുറവാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോലിബിലിറ്റി കൂടുന്നു. സോ അക്വാട്ടിക് ലൈഫ് ഇസ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ ഇൻ വാം വാട്ടർ. അത് ഒരു നമുക്ക് പറയാം, ഒരു ഹെൻറീസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് പറയാം. ഇനി ഹെൻറീസ് ലോന് വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് സോഡ വാട്ടറിൻ്റെ കാര്യം. സോഡ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾഡ് ഇൻ വാട്ടർ ആണല്ലോ. അപ്പോൾ ഈ സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിക്കൂ. എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ വെച്ച് നമുക്ക് എങ്ങനെ പറയാം? നമ്മളൊരു ബോട്ടിലിൽ സോഡ വാട്ടർ സീൽ ചെയ്യുമ്പോൾ ഹൈ പ്രഷറിൽ സീൽ ചെയ്താൽ മതി. പ്രഷർ കൂട്ടിക്കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ, ലിക്വിഡിന് മുകളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോലിബിലിറ്റി കൂടും. സോ ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഡ വാട്ടർ ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ക്യാൻ ബി ഇൻക്രീസ് ബൈ sealing the bottle under high pressure. That is one application of Henry's law. Then another application is scuba divers. കേട്ടോ സ്ക്യൂബ ഡൈവേഴ്സ്? സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഡൈവ് ചെയ്ത് പോകുന്ന അവരൊരു യൂഷ്വലി അവരുടെ കൂടെ ഒരു സിലിണ്ടർ കൊണ്ടുവന്നത് കാണാം. ആ സിലിണ്ടറിൽ എയർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആ എയറാണ് അവർ ബ്രീത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ഈ സിലിണ്ടറിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലല്ല ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക, ഹൈ പ്രഷറിലായിരിക്കും. എന്നാലേ അത് കൂടുതൽ ക്വാണ്ടിറ്റി കൊള്ളുള്ളൂ. അപ്പോൾ അത് താഴേക്ക് അവർ ഡൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ദേ ഹാവ് ടു ബ്രീത്ത് എയർ അറ്റ് ഹൈ പ്രഷർ. സോ ഹൈ പ്രഷറിൽ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ബ്ലഡ്? ദ സോലിബിലിറ്റി ഓഫ് എയർ ഇൻ ബ്ലഡ് ഓൾസോ ഇൻക്രീസസ്. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനും നൈട്രജനും ബ്ലഡിൽ ഡിസോൾവ് ചെയ്യും. അപ്പോൾ സോലിബിലിറ്റി ബ്ലഡിൽ ഇപ്പോൾ കൂടുതലാണ്. ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും സോലിബിലിറ്റി എമൗണ്ട് ബ്ലഡിൽ കൂടുതലാണ്. ആൻഡ് വെൻ ദേ കം ടുവേർഡ്സ് ദ സർഫസ്, വെൻ ദ പ്രഷർ ഡിക്രീസസ്, ദ ഓൾറെഡി ഡിസോൾവ്ഡ് ഗ്യാസസ് ഇൻ ദ ബ്ലഡ് ട്രൈസ് ടു എസ്കേപ്പ്. അത് എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ബബിൾസ് ഫോം ചെയ്യും. ബ്ലഡ് വെസൽസിൽ ചെറിയ ചെറിയ ബബിൾസ് ഫോം ചെയ്യും. ആ കണ്ടീഷന് പറയുന്ന പേരാണ് ബെൻസ്. ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അവർ സർഫസിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര പെയിൻ ഫീൽ ചെയ്യും. കാരണം അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്തിട്ടുള്ള ബബിൾസ്, നൈട്രജൻ്റെ ബബിൾസാണ് ഈ പെയിൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന സിലിണ്ടറിലെ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ, ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും പാർഷ്യൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഹീലിയം മിക്സ് ചെയ്യും. 11.7% ഹീലിയം ഒക്കെ അതിൽ മിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഗ്യാസസിൻ്റെ ഓക്സിജൻ, പ്രത്യേകിച്ച് നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ കുറയ്ക്കുന്നു. നൈട്രജൻ റിമൂവ് ചെയ്തിട്ടാണ് ഹീലിയം അവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ അണ്ടർ വാട്ടർ ദ സോലിബിലിറ്റി ഓഫ് നൈട്രജൻ ഡിക്രീസസ്. സോലിബിലിറ്റി കുറഞ്ഞ് വെൻ ദേ കം ടുവേർഡ്സ് ദ സർഫസ് ഈ ബെൻസ് എന്നുള്ള പെയിൻഫുൾ എഫക്റ്റ് കുറേയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദ പെയിൻഫുൾ എഫക്ട്സ് ഓഫ് ബെൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഡൈല്യൂട്ടിംഗ് ദ എയർ ദാറ്റ് ദേ ക്യാരി വിത്ത് ഹീലിയം. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ആപ്ലിക്കേഷൻ, സ്ക്യൂബ ഡൈവേഴ്സ്. സ്ക്യൂബ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ് ആണത് അവർ ക്യാരി ചെയ്ത് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? സ്ക്യൂബ എന്നുള്ളത്, സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഒരു തേർഡ് ആപ്ലിക്കേഷൻ. ഹെൻറീസ് ലോന് തേർഡ് ആപ്ലിക്കേഷൻ മൗണ്ടനേഴ്സിൻ്റെ കേസിലാണ്. അവർ മല കയറുന്ന സമയത്ത്, കുറേ മുകളിലൊക്കെ എത്തുന്ന സമയത്ത് അവിടുത്തെ എയർ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ വെൻ they breathe air under low pressure, the solubility of oxygen in blood decreases.
ബ്ലഡിലുള്ള ഓക്സിജൻ്റെ സോലിബിലിറ്റി കുറയുമ്പോൾ they become weak and they cannot think clearly. This medical condition is called anoxia. So, അവർക്കൊരു സഫറിങ് വരുന്നു, ഓക്സിജൻ്റെ സ്കാഴ്സിറ്റി, അതിന് പറയുന്ന പേരാണ് അനോക്സിയ. സോ ദീസ് ആർ ദ 3 applications of Henry's law. First one is soda water, second one scuba diversൻ്റെ bends, third one anoxia, മൗണ്ടനേഴ്സിൻ്റെ കേസിൽ anoxia.